തുടർന്ന് മനോജ് 18-ാം പടിക്ക് താഴെയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ തുടങ്ങിയാണ് സന്നിധാനം. 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റിവിടില്ല. ഇന്നലെ രാത്രിയിലും ഇന്നിപ്പോൾ പുലർച്ചെ ഈ സമയം വരെയൊക്കെ കയറിയ ആളുകൾക്ക് മാത്രമേ ഇനിയിപ്പോൾ സന്നിധാനത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. എത്തുന്ന ആളുകളെ പരമാവധി ഇവിടെ നിന്ന് തൊഴുത് മറ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. തിരുവാഭരണ പേടകങ്ങൾ കടന്നു വരുമ്പോഴേക്ക് പൂർണ്ണമായും ഏതാണ്ട് പാതകളൊക്കെ ഒഴിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ വിവരങ്ങൾ തീർത്ഥാടകർ ഇതിനോടകം സന്നിധാനത്തേക്ക് എത്തി എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേ മതിയാകുമെന്നാണ് ഇന്നലെ ADGP സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. എന്തായാലും അത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് കഴിഞ്ഞ വർഷത്തിലധികമായി വലിയ ഒരു തീർത്ഥാടന പ്രവാഹം ഇത്തവണ സന്നിധാനത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം പമ്പയിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമാണല്ലേ? എനിക്ക് തോന്നുന്നു അരുണ്, കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ കഴിഞ്ഞ വർഷം മാത്രമാണ് സന്നിധാനത്തേക്ക് ഞാൻ വരാതിരുന്നത്. അപ്പോൾ ആ അനുഭവം വെച്ച് നോക്കിയാൽ തലേ ദിവസം, അതായത് ഇന്നലെ അനുഭവപ്പെട്ടൊരു തിരക്ക് ഇതിന് മുമ്പ് ഒരു വർഷം പോലും മകരവിളക്ക് തലേദിവസം അനുഭവപ്പെട്ടു. അത്ര അഭൂതപൂർവമായ തിരക്കാണ്. പ്രത്യേകിച്ച് പാണ്ടിത്താവളം നമ്മുടെ ഓഫീസിൻ്റെ ഭാഗത്തൊക്കെ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആളുകൾ അങ്ങനെ ടെൻറ്റ് കെട്ടി വിരിവെച്ചൊക്കെ കിടക്കുക. എന്നാൽ ഇന്നലെ മുതൽ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ നനങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് തീർത്ഥാടകരെ കൊണ്ട് അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. അവിടെ പലപ്പോഴും നടന്നു പോകാൻ പോലും കഴിയാത്ത ഇടങ്ങളിലാണ് അവർ വിരിവെച്ച് കിടക്കുന്നത്. അതാണ് ശബരിമല തീർത്ഥാടകർ ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഇവിടെ പലവിധ ബുദ്ധിമുട്ടുകളുണ്ട്, പലവിധ കഷ്ടപ്പാടുകളുണ്ട്. അതൊക്കെ ഒരു പരാതി പറയും. പക്ഷേ ഈ ദിവസം അവർക്കതൊന്നും ഒരു പരാതിയല്ല. എവിടെ ഒന്ന് കാലുറപ്പിക്കാൻ കിട്ടിയാൽ അവിടെ നിന്ന് ഈ വിശേഷങ്ങൾ കാണാൻ, ഈ ദൃശ്യങ്ങൾ കാണാനൊക്കെ അവർ ഇങ്ങനെ കാത്തിരിക്കണം. നമുക്ക് പരസ്പരം കഥ പറയാതെ മനോജിലേക്ക് കൂടെ ഒന്ന് പോകാം. മനോജ് 18-ാം പടിക്ക് താഴെയുണ്ട്. മനോജ്, ഇനി അല്പസമയം കൂടെ മാത്രമേ 18-ാം പടിയിലേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുകയുള്ളൂ. 10 മണിയോടുകൂടി പമ്പയിൽ നിന്നാണ്ട് പൂർണ്ണമായും തീർത്ഥാടകരുടെ മലകയറ്റം തടയും. അതിനുശേഷം സ്വാഭാവികമായും 18-ാം പടിയിലേക്ക് തീർത്ഥാടകർ വരുന്ന ഉൾപ്പെടെ നിയന്ത്രിക്കും. അത്തരം നിയന്ത്രണങ്ങളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പുകൾ 18-ാം പടിക്ക് താഴെ പൂർത്തിയായിട്ടുണ്ടോ മനോജ്? ഉമേഷ്, വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോൾ ഈ നടപ്പന്തലിലും ഈ 18-ാം പടിക്ക് താഴെയും ഒക്കെ അനുഭവപ്പെടുന്നത്. നമുക്കിപ്പോൾ എനിക്ക് പുറകിലായി കാണുന്ന ഈ നടപ്പന്തലിൽ നിൽക്കുന്ന ഭക്തരെ കാണാം. അവർ രാവിലെ തന്നെ മലകയറി എത്തിയവരാണ്. അതോടൊപ്പം രാത്രി എത്തിയവരുമൊക്കെ ഇവിടെയുണ്ട്. ഇവരൊന്നും തന്നെ ഇന്നിനി മകരവിളക്ക് ദർശനം നടത്തിയ ശേഷം മാത്രമാണ് ഇവരൊക്കെ തിരികെ മടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് നമുക്ക് ഈ സന്നിധാനത്തിന് പരിസരത്തൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയധികം ഭക്തജനങ്ങൾ വന്ന ദിനം കൂടെയാണ്. അതായത് മുൻപൊന്നും ഇല്ലാത്ത വണ്ണം ഈ മണ്ഡലകാലത്ത് ഓരോ ദിവസവും ഈ മകരവിളക്കിന് തലേന്ന് പോലും അത്രയധികം ഭക്തർ ഇവിടേക്ക് എത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നിയന്ത്രണങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പമ്പയിൽ നിന്നും ഭക്തരെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുന്ന സമയം, അതോടൊപ്പം തന്നെ ഈ 18-ാം പടിയിലേക്ക് കയറ്റുന്ന സമയം, ഇതെല്ലാം തിരുവാഭരണം കൊണ്ടുവരുന്ന ദിനം കൂടെ ആയതിനാൽ ആ സമയം ഒന്നും തന്നെ ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ സന്നിധാനത്തിന് ഈ 18-ാം പടിക്ക് താഴെ വലിയൊരു തിരക്ക് ഉണ്ട്. ഭക്തജനങ്ങൾ ഓരോരുത്തരും അങ്ങനെ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ആ ശരണമന്ത്രം ഉരുവിട്ടുകൊണ്ട് അവരൊക്കെ ഇരുമുടി കെട്ടുമേന്തി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മകരവിളക്ക് ദർശിക്കുവാനായി, തിരുവാഭരണം ചാർത്തുന്ന അയ്യപ്പനെ ദർശിക്കുവാനായി അങ്ങനെ ഓരോ ഭക്തജനങ്ങളായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് രാവിലെ തന്നെ മകരസംക്രമ പൂജ നടക്കും. അതിനുശേഷം ഈ വൈകിട്ടോടുകൂടിയാണ് ഇന്ന് തിരുവാഭരണം എത്തുക. ആദ്യം ഈ മരക്കൂട്ടം വഴി ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണത്തിന് ദിവസം സ്വീകരണം നൽകിയ ശേഷം ഇതുവഴിയാണ് ഈ സന്നിധാനത്തേക്ക് പേടകങ്ങളും ഇവിടെ സ്വീകരിക്കുമ്പോൾ ഇവിടെ ഭക്തജന സാഗരത്തെ സാക്ഷി നിർത്തിയാകും ആ തിരുവാഭരണം ഇവിടേക്ക് എത്തിക്കുക. അതിനുശേഷം തിരുവാഭരണം ചാർത്തിയുള്ള ആ ദീപാരാധനയും അതിനോടനുബന്ധിച്ചുള്ള ഈ മകരവിളക്കും മകരജ്യോതിയും ഒക്കെ ദർശിക്കുവാൻ ഇവിടെ ഭക്തജന ലക്ഷങ്ങൾ തന്നെയാണെന്നുണ്ടാകുക. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമാണ്. ഓരോരുത്തരും അങ്ങനെ പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. ആ 18-ാം പടി കടന്ന് മുകളിലെത്തി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടിയിട്ട്, ആ മണികണ്ഠനെ ദർശിക്കുവാൻ വേണ്ടി അങ്ങനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ്. എന്തായാലും ഘട്ടഘട്ടമായി മാത്രമേ ഈ ഭക്തജനങ്ങളെ മുകളിലേക്ക് കടത്തിവിടുവാൻ സാധിക്കുകയുള്ളൂ. പോലീസും അതിനുവേണ്ട തയ്യാറെടുപ്പിലാണ്. ഇനി പെട്ടെന്ന് തന്നെ ഈ കയറിയവരെ മുഴുവൻ ഈ മല കയറ്റി സന്നിധാനത്തേക്ക് എത്തിക്കുക. അതിനുശേഷം ഈ തിരുവാഭരണത്തിന് വരുവാനുള്ള വഴിയൊരുക്കുക എന്നുള്ളതാണ്. കാരണം കൃത്യമായും ഒരു സമയം അറിയിച്ചിട്ടുണ്ട്. ആ സമയം വരെ മാത്രമേ ഭക്തജനങ്ങളെ പമ്പയിൽ നിന്നും മുകളിലേക്ക് കടത്തിവിടാനാകൂ. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങളെ കടത്തിവിടുന്നതിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരെ ആ നിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ച് വരുന്നവരെ കൃത്യമായും തടയാനുള്ള എല്ലാ ഒരുക്കങ്ങളും പോലീസ് എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകളും, മറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ആയാലും അതോടൊപ്പം തന്നെ
വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളായാലും അതോടൊപ്പം നിയന്ത്രണങ്ങളായാലും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇന്ന് മകരവിളക്ക് ദിവസമായതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അത് തന്നെയാണ്. എന്തായാലും ഭക്തജന സാഗരം അങ്ങനെ സന്നിധിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ ആണ്. കുഞ്ഞു മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരും സ്വാമി അയ്യപ്പന്മാരും ഒക്കെ അങ്ങനെ ഓരോരുത്തരും മുകളിലേക്ക് തന്നെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായി ചെറിയ താൽക്കാലിക ഷെഡൊക്കെ കെട്ടി അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള കുടുംബങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ മലയാളി കുടുംബങ്ങളുണ്ട്. അവരൊക്കെ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. 24 മണിക്കൂറിലധികം അവർ കാത്തു കിടക്കുന്നത് ഈ ഒരു മകര ജ്യോതി ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ്, മകരവിളക്ക് ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ആത്മസംതൃപ്തിയോടുകൂടി ആ ഒരു സായുജ്യത്തിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ കാത്തുനിന്ന, ഒരു വർഷക്കാലം കാത്തു നിൽക്കുന്ന ആ ശുഭമുഹൂർത്തത്തിലേക്ക് കടക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയമെല്ലാം ഇങ്ങനെ ഭക്തജനങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മനോജും നന്ദോവൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്തിയിൽ അങ്ങ് ലയിച്ചു ചേർന്നിരിക്കുകയാണ് മനോജും ഒക്കെ. ഇവിടെ എത്തിയാൽ എല്ലാവരും അങ്ങനെയാണ് സ്വാഭാവികം. ശരണം മന്ത്രങ്ങൾ മാത്രം ഇങ്ങനെ കേൾക്കുന്ന അന്തരീക്ഷത്തിൽ ആരും അതിൽ ലയിച്ചു പോകും.